നമ്മൾ രാവിലെ എണീക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നത് ഒരേ പ്രവൃത്തികളാണ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഒരുപാട് ഡെയിലി വ്ലോഗ്സ് എടുത്തെന്നറിയാം. പക്ഷേ ഇതിൽ പരം എനിക്കൊന്നും കാണിക്കാനില്ല. പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പുറത്തിറങ്ങിയിട്ട് പലതരം കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളുടെ ഒരു ഡെയിലി വ്ളോഗ്സ് തന്നെ കണ്ടോളൂ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം സാൻവി മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. ഒരു 6:10, 6:15, 6:30യുടെ ഉള്ളിലാണ് കേട്ടോ ഞാൻ എണീക്കാറ്. അങ്ങനെ എണീറ്റ് വന്ന ഉടനെ തന്നെ ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിച്ചു, കാപ്പി വെച്ചു. അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനങ്ങ് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ബാക്കി അടുക്കളയിലെ ഫുഡും കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യാറ്. ഇതൊക്കെ ഞാൻ പല തവണയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പരിപ്പ് കറിയും ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരിയും പിന്നെ ഞാൻ ഈ ചുണങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ വെള്ളം ഇതാക്കി എടുക്കൂലേ, എങ്ങനെയാ എന്തോ പറയും. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, സാൻഡ്വിച്ച് സ്നാക്സിന് എപ്പോഴും പൊട്ടറ്റോ ഫ്രൈയോ അല്ലെങ്കിൽ ബ്രെഡോ മാഗിയോ ഇങ്ങനെ എന്തൊക്കെയായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് അരി അരച്ച മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നമുക്ക് തേങ്ങയും വെല്ലമൊക്കെ ഇട്ടിട്ട് ഈ കൊഴുക്കട്ട പോലെ ആക്കി എടുക്കൂലേ. സത്യം പറഞ്ഞാൽ ഇതിനിവിടെ ഒരു വീട്ടിലൊരു പേരിട്ട ഉണ്ടായിരുന്നേ. പണ്ട് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് റണ്ടക്ക 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 ആ ഒരു പാട്ടില്ലേ. ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് എപ്പോഴോ ആരോ ചോദിച്ചതാണ്, എന്താ ഉണ്ടാക്കുന്നത്, റണ്ടക്കയാണോ? അതിനുശേഷം നമ്മളിതിന് പേരിട്ടതാണ് റണ്ടക്ക. അപ്പോൾ ഞാൻ ഈ റണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ 3 ആക്കി വെച്ചേക്കാം. 3 തന്നെ ധാരാളം. സാൻഡ്വിച്ച് സ്നാക്സിന് കൊണ്ടുപോകാൻ 2 മതി. ഒന്ന് ഞാൻ വസുവിന് വേണ്ടിയിട്ടാക്കിയതാണ്. അതിന് ശേഷം ബീട്രൂട്ടൊക്കെ വൃത്തിയാക്കി വെച്ചു. അതൊക്കെ മുറിച്ചിട്ട് വെച്ചു. ബീട്രൂട്ട് എനിക്കിങ്ങനെ ഈ എന്താ പറയുക, ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഈ ചളി പോലെ ഉണ്ടാവും അത് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ. എനിക്കിങ്ങനെ കൊത്തിയെടുക്കുന്നതാണ് ഇഷ്ടം. അതാവുമ്പോൾ നമ്മൾ ചീര ഉപ്പേരി വെച്ചതുപോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്തിരി ടാസ്ക്കാണ് ഇങ്ങനെ ചെത്തിയെടുക്കാൻ. നല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് ചെത്തിയെടുക്കാൻ പറ്റും. ഇപ്പം എനിക്കത്ര സമയമില്ല. അതുകൊണ്ട് ഇത്തിരി വലുപ്പമൊക്കെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഞാനിങ്ങനെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയൊക്കെ ആക്കി. അപ്പോൾ വേറെന്താ, രാവിലെ ഇങ്ങനെ എണീറ്റ് എല്ലാ ദിവസങ്ങളിലും ഒരേ പണി തന്നെയാണ് കേട്ടോ. പിന്നെ ഇല്ല, ഈ ഒരു പകൽ സമയത്താണ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുക. എന്താ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ മാറ്റമായിട്ട് ചെയ്യുക. ഈ സമയങ്ങളിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ ജൂൺ മാസത്തിനോട് മറന്നു പോയെന്ന് തോന്നുന്നു. ഇത് ജൂൺ മാസമാണ്, മഴ പെയ്യേണ്ട മാസമാണ് എന്നൊക്കെ ഉള്ളത്. കാരണം മഴയേ ഇല്ല. ഈ മഴ പെയ്തിരുന്നെങ്കിൽ നമുക്ക് മുറ്റത്തിറങ്ങേണ്ടിയിരുന്നില്ല. മഴയില്ലാത്തപ്പോൾ നമുക്ക് മുറ്റത്തിറങ്ങിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. മുറ്റം അടിച്ചില്ലെങ്കിൽ നമുക്കൊരു ഓരോരോരോരോ എന്തോ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ച് അതിനിടയിൽ ഇത് വിളിക്കാണ്ട് തന്നെ എൻ്റെ കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, ഇന്ന് ഓളുടെ സ്കൂളിൽ നമ്മളുടെ ഫാൻസ് റാലി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ആരുടെ ഫാനാ, നമ്മളുടെ റൊണാൾഡോയുടെ ഫാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവൾക്ക് എണീക്കാൻ ഭയങ്കര ത്വരയായിരിക്കും കേട്ടോ. എത്ര നേരത്തെ എണീക്കാൻ പറ്റുമോ അത്ര നേരത്തെ ഓൾ എണീക്കും. അങ്ങനെ നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഒരു ഫാൻസും ഇല്ല, റാലിയും ഇല്ല, ഒരു കളിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സംഗതികളെ പറ്റിയിട്ടൊന്നും യാതൊരുവിധ ധാരണയില്ല. പക്ഷെ ഇവള് പറയുന്നത് കേട്ടോക്കുമ്പോൾ ഞാൻ തന്നെ നാണിച്ചു പോകും കേട്ടോ. ഒരു അറിവും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചു. അതിനുശേഷം ഞാൻ കുളിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചോറ് എടുത്ത് വെക്കാണ്. അപ്പോൾ ഇന്ന് ചോറും നമ്മളുടെ ബീട്രൂട്ട് ഉപ്പേരിയും പരിപ്പ് കറിയും. അപ്പോൾ സാൻവിക്ക് നമ്മൾ മീനൊന്നും സാധാരണ കൊടുക്കാറില്ല കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് സാൻവി പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കാരണം ഒന്നാമത്തേതിൽ ഇവള് സോപ്പൊന്നും കൊണ്ടുപോകാറുണ്ട്, കൈയൊക്കെ മണക്കും. പിന്നെ ഈ ബുക്കിലൊക്കെ ഈ ഈ ബുക്കൊക്കെ ആയിട്ട് ഇതിങ്ങനെ ചേരുന്നൊരു സാധനമാണല്ലോ. ചില സമയങ്ങളിൽ ഇവള് കിറ്റ് കൊണ്ടുപോകില്ല. അതൊന്നും നമുക്കൊരു ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. അപ്പം ഞാൻ പറയും മീൻ നമുക്ക് വൈകുന്നേരം വന്നിട്ട് കഴിക്കാം. മുട്ടയൊക്കെ കൊണ്ടുപോകും കേട്ടോ. മീൻ അങ്ങനെ കൊണ്ടുപോകുന്നത് കുറവാണ്. കൊഞ്ചും കൊണ്ടുപോകും, മുട്ട കൊണ്ടുപോകും, അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൊണ്ടുപോകരുത് എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ വാസ്കുട്ടനും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓന് വേഗം ചപ്പാത്തി എടുത്തു കൊടുത്തു. ഓനാണെങ്കിൽ ചപ്പാത്തിയോട് എന്തോ വൈരാഗ്യം ഉള്ളത് പോലെയാണ് അറഞ്ചം പുറഞ്ചം കിടന്ന് മുറിക്കുകയാണ് കേട്ടോ. സാൻവിക്ക് ഇങ്ങനെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് കേട്ടോ രാവിലേക്ക് കുട്ടിക്ക് ചായ കുടിക്കുക എന്നുള്ളത്. എന്തോരം നിർബന്ധത്തിലാണ് ഇതൊക്കെ കുടിച്ചിട്ട് ഇവള് പോകുന്നത്. അങ്ങനെ സാൻവിൻ്റെ വണ്ടി വന്നു, ഓളെ കയറ്റി അയച്ചു. അപ്പോൾ ഇവൻ ഇവിടുന്ന് വണ്ടിൻ്റെ കണക്കെടുക്കാണ് കേട്ടോ. അത്
മമ്മേൻ്റെത്, ഇത് അച്ഛൻ്റെത്, അത് മമ്മേൻ്റെത്, ഇതാണ്ട് അച്ഛൻ്റെത്. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെതല്ല, അത് എൻ്റെയാണ് എന്നുള്ളത്. ഞാൻ ഓടിക്കുന്നില്ലെങ്കിൽ അത് എൻ്റെയാണ്, അതെനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, പക്ഷെ ഞാൻ ഓടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഇനി നേരെ നമ്മൾ അടുക്കളയിലേക്ക്, കാരണം ഇനി നമ്മളുടെ ചായ സമയമാണ്. അപ്പം നമ്മളുടെ സ്ഥിരം ചായക്കൂട്ടൽ തന്നെയാണ്. പണ്ടൊക്കെ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയായിരുന്നു വെള്ളാപ്പവും പുട്ടും മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പം വെള്ളാപ്പവും പുട്ടും നിങ്ങൾ കാണാറുണ്ടോ? ഇപ്പം നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണിത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ പണിമുടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ അതൊക്കെ ആറിയിട്ടു. അപ്പം ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉച്ചയായി. അതുവരെയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ എന്നോട് മറന്നുപോയി. അപ്പം ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ ഉച്ചയ്ക്ക്. കാരണം ഞാൻ ചട്ടിച്ചോറാണ് തിന്നുന്നത്. പുറത്ത് പോയാൽ നല്ല 200-400 റുപ്യൊക്കെ കൊടുക്കേണ്ട ചട്ടിച്ചോറ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അങ്ങനെ ചട്ടിയിൽ ചോറൊക്കെ ഇട്ടിട്ട് തിന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളുടെ തുണിയൊക്കെ എടുക്കാൻ പോയി. കുറച്ച് തുണികളൊക്കെ മേലെ ഇടും, പിന്നെ വേറെ കുറേ ഒരു റൂം പോലത്തെ ഉണ്ട്, അതിലിടും. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇങ്ങനെ അകത്തൊക്കെ ഓരോരോ അയൽ. അങ്ങനെ 2 അയൽ ഇവിടെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ 2 പിള്ളേരുണ്ട്. കാരണം ഇവിടുത്തെ അയലൊന്നും ഇട്ടിട്ട് തീരുന്നില്ല. പിള്ളേരാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് മാറ്റുന്ന സ്വഭാവമുള്ള പിള്ളേരുമാണ്. അതിനുശേഷം ഞാനൊക്കെ മടക്കി വെച്ചു. ഇതിൻ്റെ തലേദിവസം മഴയുള്ളത് കൊണ്ട് തന്നെ അന്നത്തത് എടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് വെയിലായിട്ട് ചൂടായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അതും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ലോഡുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, കയ്യോടെ തന്നെ എടുത്ത് അലമാരയിൽ വെക്കാം. ഇല്ലെങ്കിൽ ആ കിടക്കയിൽ നിന്ന് അതിങ്ങനെ ഉരുണ്ട് രാത്രിയാവും കേട്ടോ ഞാനത് അലമാരയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്തോ എനിക്ക് നല്ല മൂടായത് കൊണ്ട് തന്നെ ഞാനതൊക്കെ ഉച്ചയ്ക്ക് എടുത്ത് കയറ്റി. അങ്ങനത്തെ കുറേ പണികളൊക്കെ എനിക്ക് ചെയ്യാൻ മടിയാണ്. പിന്നെ ചെയ്യാൻ നിൽക്കും. പിന്നെ ചെയ്യുമ്പോഴത്തേക്കും അത് ഇരട്ടി പണിയായിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അലമാര നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്. ഇതെപ്പോഴാണ് പഴയ അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എവിടെയെങ്കിലും തിരക്ക് പിടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥിതി ശോചനീയ അവസ്ഥയാകും മക്കളെ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ചുരിദാറുകൾ, ടോപ്പുകൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ കല്യാൺ സിൽക്സിലും സൂര്യയിലൊക്കെ മടക്കി വെക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ മടക്കി വെക്കാറ്. എനിക്കങ്ങനെ മടക്കി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മളുടെ ഇങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ കാണുന്നത് പോലെ. അപ്പോൾ ശരി, ബൈ.